ഹലോ, ഇത് ഞങ്ങളുടെ ഒരു വെരി സ്പെഷ്യൽ ഡിന്നറിലേക്ക് നിങ്ങൾ ഞാൻ കൊണ്ടുപോകണം കേട്ടോ. ഞങ്ങളിത് ഡിന്നറായിട്ടാണ് കഴിക്കുന്നതെങ്കിലും എറണാകുളം കോട്ടയം ഭാഗത്തൊക്കെ ശരിക്കും ഞായറാഴ്ചകളിൽ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കേട്ടോ. എന്താണ് ഐറ്റം എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഐറ്റം കണ്ടപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. ശരിക്കും ഒരു ബീഫിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ പേര് ശരിക്കും ഉപ്പിട്ട ബീഫ് എന്നാണ് പറയുക. ഉപ്പിട്ട ബീഫെന്നും ഉപ്പിട്ട് വേവിച്ച ബീഫെന്നും പല രീതിയിലും പറയാറുണ്ട്. ഉപ്പിട്ട ബീഫെന്ന് പറയുന്നെങ്കിലും കുറച്ച് ഐറ്റംസ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ലവേഴ്സിന് അല്ലെങ്കിൽ ബീഫിൻ്റെ അതേ ടേസ്റ്റ് അങ്ങനെ തന്നെ എൻജോയ് ചെയ്യണം എന്നുള്ളവർക്ക് ശരിക്കും വളരെ ആപ്റ്റായിട്ടുള്ളൊരു സാധനം കേട്ടോ ഇത്. അപ്പോൾ ഇത് ട്രിവാൻഡ്രം ഭാഗത്ത് അത്ര കോമൺ അല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ചില ഭാഗങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധനമാണ് പുട്ടാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ അപ്പത്തിൻ്റെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് പുട്ടിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. യെസ്, പുട്ടിൻ്റെ ചില്ലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവി ഇല്ലേ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതിങ്ങനെ പുട്ടിൻ്റെ പുറത്തേക്ക് കോരി ഒഴിക്കുക കേട്ടോ. കുറച്ചും കൂടെ ഗ്രേവി ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. യെസ്, എന്നിട്ട് ഈ പുട്ടും ബീഫും കുറച്ചൊരു പിടി ഇങ്ങനെ പിടിക്കുക കേട്ടോ. ശരിക്കും ഈ ഗ്രേവിയിൽ പുട്ടിങ്ങനെ കുതിർന്ന് കിട്ടണം, അതാണ് എൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. എന്താ ടേസ്റ്റ് എന്നറിയോ ശരിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ കഴിക്കാൻ പോവാം. ഓക്കെ.